കോൺഗ്രസ് നേതാക്കളുമായും ഈ പുതിയ ഈ കാര്യത്തെക്കുറിച്ച് ആവശ്യമായ ചർച്ച നടത്തി ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതായിരിക്കും ഉചിതം. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഇതിപ്പോൾ പ്രത്യേകിച്ചും സംസ്ഥാന മുഖ്യമന്ത്രി അതുപോലെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഒരു വിഷയം വന്ന നിലയ്ക്ക് അദ്ദേഹവുമായും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായും മറ്റു മുതിർന്ന നേതാക്കളുമായും സംസാരിച്ചെടുക്കുക. കാരണം കേരളത്തിലെ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അവരുമായി സംസാരിച്ചതിന് ശേഷമേ മറ്റൊരു പ്രതികരണത്തിലേക്ക് പോകാനാവൂ. തീർച്ചയായും അവരുമായി സംസാരിച്ചതിന് ശേഷം അല്ല അതുകൊണ്ടാണല്ലോ ഈ വിഷയം പ്രത്യേകിച്ച് ഇങ്ങനെ വന്ന നിലയിൽ അത് മുഖ്യമന്ത്രിയെ കൂടി ബാധിക്കുന്നൊരു വിഷയമായതുകൊണ്ടാണ് അദ്ദേഹവുമായും മറ്റ് പ്രധാന നേതാക്കളുമായും സംസാരിച്ച് അതേക്കുറിച്ച് അവരുമായി സംസാരിക്കട്ടെ, അതേക്കുറിച്ച് ഇവരുമായി സംസാരിക്കട്ടെ. അല്ല, ഇവരുമായി സംസാരിക്കാതെ എങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അവരുമായി സംസാരിക്കട്ടെ. യെസ്, വ്യക്തമാണ്. സുധീരന്റെ പ്രതികരണമാണ് വന്നത്. ശ്രീ JR പത്മകുമാർ, സുധീരന്റെ വാക്കുകളെ കേൾക്കുമ്പോൾ എന്തായാലും കേരളം കാതോർത്ത ഒരു പ്രതികരണമാണ് സുധീരിൽ നിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടായത്. താങ്കൾ എങ്ങനെ നോക്കിക്കാണും? അല്ല, ഈ സുധീറിൻ്റെ പ്രസ്താവന വളരെ തമാശയായിട്ടാണ് തോന്നുന്നത്. ആളുകൾ വളരെ കേരള രാഷ്ട്രീയം കൊടുത്തിരുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതിൽ നിന്ന് കളങ്കം തരുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ്. കാരണം അഴിമതിക്കെതിരായിട്ടും ഈ അധികാര രാഷ്ട്രീയത്തിനോട് എതിരായിട്ട് അതിൻ്റെ കൊള്ളരായ്മയ്ക്കെതിരെ എന്നും ഒറ്റയാൻ പോരാട്ടം നടത്തി കേരളത്തിലൊരു പ്രതിച്ഛായ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു നേതാവാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അധികാര രാഷ്ട്രീയത്തോട് സന്ധി ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആദർശ രാഷ്ട്രീയം എല്ലാം മൂടിക്കെട്ടി ഒളിച്ചു വെച്ചിരിക്കുക. ഇപ്പോൾ തന്നെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബാബുവിനെതിരായിട്ട് വന്ന കോടതി വിധി വന്ന് പറഞ്ഞു അതീവ ഗൗരവമുള്ള ഒരു വിധിയാണ്, പാർട്ടി അത് ഗൗരവമായി കാണുന്നു എന്ന് പറഞ്ഞ സുധീരൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് അതിനേക്കാൾ വളരെ രൂക്ഷമായ രീതിയിൽ കോടതിയിൽ നിന്ന് പരാമർശമല്ല ഒരു വിധി ഉണ്ടായ സാഹചര്യത്തിൽ FIR എടുത്ത് അന്വേഷണം നടത്തണമെന്ന് 2 മന്ത്രിമാർക്കെതിരെ, അതും കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ തൃശ്ശൂർ വിജിലൻസ് കോടതി പറഞ്ഞപ്പോൾ ഇപ്പോൾ അത് ആലോചിക്കട്ടെ വരട്ടെ എന്ന് പറയുമ്പോൾ ഇരട്ടത്തായ്പാണ്, അധികാര രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യുന്ന നിലപാടാണ്. കോടതിയിൽ നിന്ന് ഒരു വിധി വരുന്നത് ഉടനെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് അവർ തീരുമാനം ആരുമായി ആലോചിക്കാതെ റോഡിൽ നിന്ന് എടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? റോഡിലാണ് നിൽക്കുന്നത്. റോഡിൽ നിന്ന് അല്ല പത്മകുമാർ, നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഇങ്ങനെ നടക്കുമോ? നിങ്ങളുടെ പാർട്ടിയിൽ നടക്കുമോ? ഒരു വിധി വന്ന ഉടൻ റോഡിൽ നിന്ന് ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പത്മകുമാർ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രതികരിച്ചില്ല എങ്കിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നു. TP പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, വിധി പഠിച്ച ശേഷം പ്രതികരിക്കാം എന്ന നിലപാടാണോ സുധീരൻ സ്വീകരിച്ചത്? മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ഇപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ ഒരു കോടതി പരാമർശത്തെ കോൺഗ്രസ് വീക്ഷിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മലപ്പുറത്തെ പരിപാടിക്ക് നേരെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. മുഖ്യമന്ത്രിക്ക് നേരെ മലപ്പുറത്ത് സംഘർഷം ഉടലെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് നേരെ കരിങ്കൊടി പ്രയോഗം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ KT സാലിഹ് ചേരുന്നു. സാലിഹ്, ഏത് രീതിയിലാണ് അവിടെ പ്രതിഷേധമുണ്ടായത്? പ്രതീക്ഷ മലപ്പുറത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അതുപോലെ മന്ത്രി ആര്യാടൻ മുഹമ്മദും ഒന്നിച്ച് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്, സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടന പരിപാടിയാണ്. ഇതിലേക്കായി വന്നപ്പോഴാണ് സ്കൂളിന്റെ പ്രധാന കവാടത്തിന് മുൻപിൽ വെച്ച് DYFI പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും എല്ലാം പ്രതിഷേധവുമായി എത്തിയത്. ആര്യാടൻ മുഹമ്മദ് കാറിൽ നിന്ന് ഇറങ്ങിയതോടെ മുസ്ലിം ലീഗ് പ്രവർത്തകരും പ്രതിഷേധവുമായി വാഹനത്തിന് മുൻപിലേക്ക് ചാടി. ഇതോടെ ചേരി തിരിഞ്ഞ് സംഘർഷമുണ്ടായി. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് വന്ന പോലീസ് വാഹനത്തിന് നേരെയും മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെയും കല്ലേറുമുണ്ടായി. ഏറെ നേരം സംഘർഷാവസ്ഥ തുടർന്നു, ഇപ്പോഴും തുടരുകയാണ്. പ്രവർത്തകരൊന്നും തന്നെ പിരിഞ്ഞു പോയിട്ടില്ല. ഇതിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ ലീഗ് ഉൾപ്പെടെയുള്ള DYFI പ്രവർത്തകർക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകരെ കല്ലെറിയുകയുണ്ടായി.
ഇതാണ് വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്നായി യുവമോർച്ചയുടെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകർ കൂട്ടമായി സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങിയിട്ടില്ല. സോളാർ കേസുമായി ബന്ധപ്പെട്ട ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം മുഖ്യമന്ത്രി ആദ്യമായി പങ്കെടുക്കുന്ന പൊതുപരിപാടിയാണിത്. മന്ത്രി ആര്യാടൻ മുഹമ്മദും ഒരുമിച്ച് പങ്കെടുക്കുന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. ആര്യാടന്റെ മണ്ഡലം കൂടിയാണ്. KT സ്വാലിഹ് വിവരങ്ങൾ നൽകുന്നു. മുഖ്യമന്ത്രിയുടെ മലപ്പുറത്തെ യോഗത്തിൽ സംഘർഷം, പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ. ഉമ്മൻചാണ്ടി യുഗത്തിന് അന്ത്യമോ എന്ന ചോദ്യത്തിന് വളരെ ചോദ്യം പ്രസക്തമാകുന്ന തരത്തിലേക്ക് കോടതിയിൽ നിന്നും വിധി, തൃശ്ശൂർ കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുന്നു. സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കും ആര്യാടൻ മുഹമ്മദിനും എതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം കോടതി വിധി വന്നതിന് ശേഷമുള്ള പ്രതികരണങ്ങളാണ് സ്വാഭാവികമായും ഉയരുന്നത്. ഇന്ന് രാവിലത്തെ പരിപാടി, കോഴിക്കോട് പരിപാടി കഴിഞ്ഞതിന് ശേഷം പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങി മലപ്പുറത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി ചെല്ലുമ്പോൾ മലപ്പുറത്ത് ആര്യാടൻ മുഹമ്മദും മുഖ്യമന്ത്രിയും ഒരുമിച്ചിരിക്കുന്ന പരിപാടിക്ക് നേരെയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ജനകീയ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇരുവരും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തകർ സംഘർഷത്തിലേക്ക് പോകുന്നത്. വലിയ കോവൂർ കുഞ്ഞുമോന്റെ രാജിവെച്ച MLA കോവൂർ കുഞ്ഞുമോന്റെ വാർത്താ സമ്മേളനത്തിലേക്ക് രാജിവെച്ചതിന് ശേഷം ഞാൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ആണ്. ആ സ്ഥാനങ്ങൾ കൂടി രാജിവെച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നെപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാർ ഈ UDF സംവിധാനത്തിൽ തുടരുന്നത് ഉചിതമല്ല എന്ന് പാർട്ടി നേതാക്കന്മാരെടുത്തും അതേപോലെ തന്നെ സമ്മേളനങ്ങളിലെല്ലാം ആവശ്യപ്പെട്ടിട്ട് പോലും അത് നേതാക്കന്മാർ നിരസിക്കുകയാണ് ഉണ്ടായത്. ആത്മാഭിമാനമുള്ള ഒരാൾക്ക് പോലും ആ മുന്നണിയിൽ തുടരാൻ കഴിയില്ല. അഴിമതി നിറഞ്ഞ ഒരു സംവിധാനമായി ഇപ്പോൾ UDF സംവിധാനം മാറിയിരിക്കുന്നു. അപ്പോൾ ആ അഴിമതിയുള്ള മുന്നണിയിൽ RSPക്കാർ തുടരണോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കണം. ആരും തുടരാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ 14 ജില്ലകളിലും RSPക്കാർ അവരെത്രയോ നാളുകളെ 1.5 വർഷക്കാലമായി അവർക്ക് ഈ മുന്നണിയിൽ തുടരാൻ കഴിയില്ല. പക്ഷേ എന്തുകൊണ്ട് മുന്നണി വിട്ടപ്പോൾ കോവൂർ കുഞ്ഞുമോന് കൂടെ പോയി എന്ന് നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിച്ചേക്കാം. അന്നത്തെ ആ ഒരു വികാരം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പൊതുവികാരമായിരുന്നു. RSPക്കാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾ UDFിലേക്ക് പോയി, ശരിയാണ്. പക്ഷേ UDFിലേക്ക് ചെന്ന്, ഞാൻ UDFിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളല്ല. ഞാൻ ചെറുപ്പം നാൾ മുതൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് വളർന്നു വന്ന ഒരാളെന്ന നിലയിൽ, പ്രത്യേകിച്ച് കശുവണ്ടി തൊഴിലാളിയുടെ മകനാണ് ഞാൻ. ഇപ്പോൾ 8 മാസക്കാലമായി കശുവണ്ടി തൊഴിലാളികളുടെ കണ്ണീര് കാണുകയാണ്. അത് കാണാനുള്ള ശക്തിയില്ല. കാരണം UDF അധികാരത്തിൽ വന്നതിന് ശേഷം കശുവണ്ടി മേഖല ആകെ തരിപ്പണമായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുമ്പോഴെല്ലാം ഒരു വർഷം 283 ദിനങ്ങളിലധികം ജോലി കൊടുത്തിരുന്നു. എന്നാൽ UDF വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് കാപ്പെക്സിൻ്റെയും അതേപോലെ തന്നെ കാഷ്യൂ കോർപ്പറേഷൻ്റെ ഫാക്ടറികളും മറ്റ് സ്വകാര്യ ഫാക്ടറികളുമെല്ലാം അടഞ്ഞു കിടക്കുന്നു? അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. LDF വരുമ്പോൾ ഫാക്ടറികൾ തുറന്ന് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. UDF വരുമ്പോൾ കശുവണ്ടി തൊഴിലാളികളെ മറക്കുന്നു. എൻ്റെ നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ASIS MLA യുടെ മണ്ഡലത്തിലും ഏറ്റവും കൂടുതൽ കശുവണ്ടി തൊഴിലാളികളും കശുവണ്ടി ഫാക്ടറികളും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം നിശ്ചലമായി കിടക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ കേരള നിയമസഭയിൽ ഈ വിഷയം വളരെ ആധികാരികമായി ഉന്നയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് കാഷ്യൂ കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുന്നിൽ ഞാനും ASIS MLAയും പാർട്ടി പ്രവർത്തകരും ഉപവാസ സമരം നടത്തി. എന്നിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറായില്ല. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പാർട്ടി കൊല്ലം ജില്ലാ കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. ജില്ലാ കളക്ടറേറ്റിൻ്റെ മുന്നിൽ ഒരു ദിവസത്തെ സമരം, അത് ഞങ്ങളെല്ലാവരും പങ്കെടുത്തു. ഞങ്ങൾ ഈ സമരം നടത്തുന്നത് കേരളത്തിലെ പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾക്കും മറ്റ് ഇതര തൊഴിലാളികൾക്കും ഉള്ള ആനുകൂല്യം കിട്ടണം, അതിനുവേണ്ടിയുള്ള സമരമാണ്. അപ്പോൾ അത്തരത്തിൽ UDFുമായിട്ട് ഞങ്ങളുടെ പാർട്ടിക്ക് തുടർന്ന് പോകാൻ കഴിയില്ല. ആയിരക്കണക്കിന് ആൾക്കാർ പാർട്ടി വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും ഒരാഴ്ച കൊണ്ട് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരടക്കം
എന്നോടൊപ്പം എൻ്റെ നേതാക്കന്മാരോടൊപ്പം തീർച്ചയായിട്ടും അവരും ഈ മുന്നണി വിട്ട് അവർ RSP ആയി നിന്ന് കൊണ്ട് തന്നെ യഥാർത്ഥ RSP ഞങ്ങൾ രൂപീകരിക്കാൻ പോവുകയാണ്. പാർട്ടിയുടെ പേരും പാർട്ടിയുടെ അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പിന്നീട് നേതാക്കന്മാരെയൊക്കെ ആലോചിച്ച് പറയുന്നതാണ്. താങ്കളുടെ കൂടെ എത്ര നേതാക്കന്മാരാണുള്ളത്? എൻ്റെ കൂടെ ഇപ്പോൾ വരും ദിവസങ്ങളിൽ കാണാം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അമ്പലത്തറ ശ്രീധരൻ നായർ തിരുവനന്തപുരത്തെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. അതേപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം GN പോറ്റി മറ്റ് ജില്ലകളിലും നേതാക്കന്മാർ RYFന്റെ സംസ്ഥാന സമിതി അംഗങ്ങൾ ഭാരവാഹികൾ ഉൾപ്പെടെ അതേപോലെ തന്നെ ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ വെൽഫെയർ ബോർഡിൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് ബലദേവ്, പിന്നെ തോപ്പിൽ സായി, അതേപോലെ മറ്റ് നേതാക്കന്മാരടക്കം ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരും എന്ന് വിശ്വസിക്കുകയാണ്. ഈ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ട് കുറേ നാളുകളായി. എന്തുകൊണ്ടാണ് ഇത്രയും താങ്കൾ വൈകിച്ചത്? എന്തുകൊണ്ടാണ്? സംസ്ഥാന സെക്രട്ടറി അടുത്ത് പറഞ്ഞില്ല. പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചില്ല. എൻ്റെ ഒരു സ്വയം തീരുമാനമാണ് രാജിവെക്കാൻ കാരണം. അതെ. ഇതിനിടയിൽ അവരാരെങ്കിലും സംസാരിക്കാൻ മറ്റോ ചെയ്തോ? നമുക്ക് വിശദമായിട്ട് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞാൽ പോരെ. ഉച്ച കഴിഞ്ഞു വൈകിട്ട് പ്രസ് വിളിച്ചു. സർക്കാരിനെതിരെ ഇപ്പോഴും ആരോപണങ്ങൾ ഉയർന്ന, നേരത്തെ ആരോപണങ്ങൾ ഉയർന്നതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കാരണം? അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരുന്നപ്പോഴും അത് പാർട്ടി നിലപാട് മാറ്റും എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർട്ടി പ്ലീനം വിളിക്കാനാണ് ദേശീയ സമ്മേളനം എടുത്തിട്ടുള്ള തീരുമാനം. പക്ഷേ അത്രയും നീണ്ടു പോകുന്നത് ഉചിതമല്ല. കാരണം ഈ നയം RSP ഇപ്പോൾ എടുത്തിരിക്കുന്ന UDF-നോടുള്ള ആ മൃദു സമീപനം അവസാനിപ്പിക്കണമെന്നാണ് പൊതുവെ ഉള്ള ഒരു അഭിപ്രായം. അതാണ് അഴിമതി ഉൾപ്പെടെ പറയുന്നുണ്ടല്ലോ. അതാണല്ലോ അഴിമതി ഉൾപ്പെടെ ആണ്. പ്രസ് ക്ലബ്ബ്. കോവൂർ കുഞ്ഞുമോൻ MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ആദ്യ തിരിച്ചടി മുന്നണിയിൽ നിന്നും നേരിടേണ്ടി വരുന്നു. MLA സ്ഥാനം കുന്നത്തൂർ MLA രാജിവെച്ചിരിക്കുന്നു. MLA സ്ഥാനം കോവൂർ കുഞ്ഞുമോൻ. മാത്രവുമല്ല, വലിയ ഒരു പ്രതിസന്ധി RSP പിളർന്നു. RSP രണ്ടായി പിളർന്നിരിക്കുന്നു. കോവൂർ കുഞ്ഞുമോൻ്റെ നേതൃത്വത്തിൽ RSPയുടെ പുതിയ പാർട്ടി രൂപീകരിക്കും. അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് അല്പസമയത്തിനകം നടക്കും എന്നും പറയുമ്പോൾ രാജേന്ദ്രൻ നമ്മോടൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. രാജേന്ദ്രൻ, ഈ കാര്യങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരും? ഉമ്മൻചാണ്ടിക്കേറ്റ കടുത്ത തിരിച്ചടി, അവിടെയാണ് ഒരു ഘടകകക്ഷിയുടെ നേതാവ് അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെച്ച് ഒരു പാർട്ടിയെ പിളർത്തി പുറത്തു കൊണ്ടുവരുന്നു. മറ്റൊന്ന് JDS അടക്കം എടുക്കാൻ പോകുന്ന നിർണായക തീരുമാനങ്ങൾ, അതിൻ്റെ കൂടിയാലോചനകളിലേക്ക് അടക്കം പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. എങ്ങനെ രാഷ്ട്രീയ കേരളം പീപ്പിൾ TV പുറത്തുവിട്ട ആ സോളാർ തട്ടിപ്പ് എന്ന വലിയ സ്ഫോടനാത്മകമായ വലിയ അഴിമതിയുടെ പ്രത്യാഘാതങ്ങൾ ഉമ്മൻചാണ്ടിയിലേക്ക് എത്തുന്നു. ഇനി കാര്യങ്ങൾ പഴയ രീതിയിൽ പതിവ് പല്ലവിയിൽ കാര്യങ്ങളെ നിസ്സാരവൽക്കരിച്ച് ഉമ്മൻചാണ്ടിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? എങ്ങനെ വിലയിരുത്തപ്പെടേണ്ടി വരും രാഷ്ട്രീയ സാഹചര്യങ്ങൾ? തീർച്ചയായിട്ടും പഴയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം വിവിധ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായ പ്രതിസന്ധികളാണ് അദ്ദേഹം നേരിടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിയുടെ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹം നീങ്ങുന്നതെന്ന് തന്നെ പറയാം. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഇതൊരു അഴിമതി കേസാണ്, പിന്നെ ഒരു തട്ടിപ്പ് കേസാണ്, മാത്രമല്ല ഈ സദാചാരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സദാചാരവും വ്യക്തി ജീവിതത്തിലെ സദാചാരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അത്തരത്തിലുള്ളൊരു കേസിൽ അദ്ദേഹം പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണികൾ ഒന്നെന്ന് പറയുന്നത് സ്വാഭാവികമായും സോളാർ കേസ് എന്നതാണ്. സരിത, അദ്ദേഹത്തിൻ്റെ മുഖ്യ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ സരിതയെ മുഖ്യ ശത്രുവായി ആ രീതിയിൽ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു.